യെസ്, വെൽക്കം ടു TRP റെഡ് അലേർട്ട്. എല്ലാവരും ബാനർ കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ദിവസമായിരുന്നു വ്യാഴാഴ്ച. വാട്ട് ഈസ് ഗോൺ ഹാപ്പൻ ഓൺ എ തേഴ്സ്ഡേ? പക്ഷേ ആസ് യു നോ, പ്രീമിയർ ലീഗിന്റെ ന്യൂസ്, പ്രീമിയർ ലീഗിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അണ്ടർലെൻറ്റിംഗ് ആണ്. എഡി ഹൗ ഹാസ് ഡിസൈഡഡ് ടു പാർട്ട് വേസ് വിത്ത് ന്യൂകാസിൽ യുണൈറ്റഡ്. ഷോക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ മീ പേഴ്സണലി ഐ എം നോട്ട് ഷോക്ഡ് ബൈ ദ ന്യൂസ്, ബട്ട് ഐ എം മോർ, ഞാൻ അതിന്റെ ടൈമിങ്സ്, ഈ ഒരു അനൗൺസ്മെന്റ് ടൈമിംഗ് കേട്ടിട്ട് ഭയങ്കര ഷോക്ഡ് ആണ്. കാരണം സീസൺ തുടങ്ങാൻ ഇനിയിപ്പം 20 ദിവസമേ ഉള്ളൂ. കഴിഞ്ഞ സീസൺ കഴിഞ്ഞ അവസ്ഥയിലാണ് അവർ ഈ ഒരു ഡിസിഷൻ എടുത്തിരുന്നതെങ്കിൽ ഒരു പുതിയ മാനേജറിന് വന്ന് ഒരു എന്താ പറയുക, സ്ക്വാഡ് അസസ് ചെയ്തിട്ട് വേണ്ട സൈനിങ്സ് വേണ്ടാത്ത സൈനിങ്സ് ഒക്കെ നോക്കി അയാളുടെ ഫിലോസഫി ഇതിലേക്ക് ഇൻബൈബ് ചെയ്ത് സ്ക്വാഡ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം കിട്ടുമായിരുന്നു. അവിടെയാണ് എൻ്റെ സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ന്യൂസ് കേട്ടിട്ട്. കാരണം ഇതിന്റെ ടൈമിംഗ് തന്നെയാണ് ഈ ന്യൂസിന്റെ ഒരു ഇമ്പോർട്ടൻസും. കാരണം ഇത് ഒരു ആമിക്കബിൾ ആയിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഫ്രം മൈ വ്യൂ ഒരു അത്ര ആമിക്കബിൾ അല്ല. കാരണം എഡി ഹൗ ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, എഡി ഹൗ കഴിഞ്ഞ സീസൺ ലിവർപൂൾ ഫാൻസിന് ഓർമ്മയുണ്ടാവും, ഇസാക്ക് പോവും എന്നുള്ള ഇഷ്യൂ. അത് കഴിഞ്ഞിട്ട് ഈ സീസൺ അവര് ഗോർഡനെ വിറ്റു, 75 മില്യന് വിറ്റു. ബ്രൂണോ ഗിമരേഷ് പോവോ ഇല്ലയോ നിൽക്കുകയാണ്. ടൊണാലിനെ വിറ്റു, 100 മില്യന് വിറ്റു. സോ നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മുടെ ഒരു ന്യൂകാസിൽ പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ജോൺ പറഞ്ഞു, അതായത് ന്യൂകാസിൽ യുണൈറ്റഡ് പറ്റിയൊരു മാനേജർ ആണോ, അതായത് പുള്ളി മാക്സിമം, അതായത് എഡി ഹൗവിന് പറ്റാവുന്നിടത്തോളം ആ ക്ലബിനെ എഡി ഹൗ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇനി എങ്ങോട്ട് മുന്നോട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്ന് ജോൺ നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു, ന്യൂകാസിൽ ഫാൻ. എനിക്ക് തോന്നുന്നു അത് ശരിവെക്കുന്ന ഒരു ഡിസിഷൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ബേസിക്കലി സംഭവം എന്താന്ന് വെച്ചാല്, ന്യൂകാസിൽ പുതിയ ഓണേഴ്സ് വന്ന ശേഷം എഡി ഹൗവിന്റെ കീഴിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ ഗ്രോത്തിന്റെ ഒരു ലെവലെത്തി, ഇപ്പൊ ഒരു സ്റ്റാഗ്നന്റ് സ്റ്റേറ്റിലാണ്. കൂടാതെ പ്ലേയേഴ്സിനെ വിൽക്കുക, PSR ഇഷ്യൂസ്, അങ്ങനെ ആ ക്ലബിനൊരു സ്റ്റെബിലിറ്റി കുറവ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായി. കാരണം അതിന് മുമ്പത്തെ സീസൺ ആണെങ്കിൽ അവർ ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്തു. ഫസ്റ്റ് ട്രോഫി ഇൻ 70 years ലിവർപൂളിനെ തോൽപ്പിച്ച് കാരബാവോ കപ്പ് ജയിച്ചു. സോ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായെങ്കിലും ഇത് ഇനി എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ധാരണ എനിക്ക് തോന്നുന്നു ഓണേഴ്സിനും മാനേജറിനും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. സോ ഒരു ഡിസിഷൻ, ദോ ദ ഡിസിഷൻ ഇസ് നോട്ട് സർപ്രൈസിങ്, ദ ടൈമിംഗ് അല്ലേ, ഈ ടൈമിംഗ് ആണ് ഇതിന്റെ ഒരു സർപ്രൈസിങ് ആയിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. Statement is that Howe has informed the club of his decision following recent discussions and triggered by a tough summer with the sales of Tonali and Anthony Gordon, plus uncertainty over Bruno Guimaraes. The split remains amicable എന്ന് പറയുന്നുണ്ട്. ന്യൂകാസിൽ ആർ ഇൻ അഡ്വാൻസ് ടോക്സ് ടു അപ്പോയിന്റ് മാത്തിയാസ് ജൈസൽ. സോ അവിടെയും ഒരു ഇതുണ്ട്. കാരണം ഐ തിങ്ക് എഡി ഹൗ പോകുന്ന നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണം. അതാണ് ഇത്രയും പെട്ടെന്ന് റിപ്ലേസ്മെന്റിന്റെ പേരും അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയത്. സോ പ്രോബബ്ലി ദ ക്ലബിന് ന്യൂകാസിലിന് ഏകദേശം 1 മാസമായിട്ട് അറിയുന്നുണ്ടാവും എന്താണ് മറ്റേ മാനേജർ പോവാന്നുള്ളത്. പക്ഷെ ഇറ്റ്സ് എ സർപ്രൈസിങ് ഡിസിഷൻ ഫോർ അസ് ഫാൻസ്. റിപ്ലേസ്മെന്റിന്റെ കാര്യം, റിപ്ലേസ്മെന്റിന്റെ കാര്യം ടിക്കർ വരുന്നുണ്ട്. മാത്യൂസ് ജൈസൽ ഫ്രം അൽ ഹാലി സൗദി ക്ലബാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ. ഹി ഹാസ് വൺ 2 ഏഷ്യൻ എലീറ്റ് ചാമ്പ്യൻസ് ലീഗ്സ്, AFC ചാമ്പ്യൻസ് ലീഗ് എലീറ്റ്. പുള്ളി റെഡ് ബുൾ പ്രൊഡക്റ്റ് ആണ്, ബുണ്ടസ് ലീഗ മാനേജർ ആയിരുന്നു റെഡ് ബുൾ സാൽസ്ബർഗ്. ഇഫ് യു നോ, റെഡ് ബുൾ സാൽസ്ബർഗിലേക്കാണ് നമ്മുടെ പെപ് ലിൻഡേഴ്സ് പോയത്. ഓസ്ട്രിയൻ കപ്പ് ജയിച്ചിട്ടുണ്ട്, 2 ടൈം ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗ ചാമ്പ്യൻ ആണ്. He had a average playing career. ഹോഫൻഹൈമിലെ പ്ലെയർ ആണ്. പുള്ളിയുടെ മെയിൻ ഇൻഫ്ലുവൻസ് സർപ്രൈസിംഗ്ലി അല്ല, ഒരു ജർമ്മൻ ആവുമ്പോൾ യർഗൻ ക്ലോപ്പ് ആണ് പുള്ളിയുടെ ഒരു മേജർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ ഇയാളെ കുറിച്ച് അധികം ഐ ഡോണ്ട് നോ ഹൗ
എത്ര പേർക്ക് ഇതിന്റെ ഡീറ്റെയിൽ അറിവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ്, ഹി ഈസ് ദ ന്യൂ മാനേജർ, ഈസ് വെരി യങ്, ഹിസ് 38 years old. സോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്പോയിന്റ്മെന്റ് ആണ്. എന്തായാലും ഇയാളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും എന്താണെന്നുള്ളത് നമ്മുടെ വരുന്ന പോഡ്കാസ്റ്റിൽ നമ്മൾ പറയും. ഡീറ്റെയിൽസ്, ഈ ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ബേസിക്കലി ഇത് തന്നെയാണ്. അതായത് ന്യൂകാസലിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള ഒരു ഐഡിയ പുള്ളിക്ക് എഡി ഹൗവിന് കിട്ടുന്നില്ല. സോ ഹി ഡിസൈഡഡ് ടു പാർട്ട് വേസ്. Newcastle fans, if you're watching, do let us know what do you think about this announcement. Mostly ഇന്ന് നമ്മൾ ജോണിനെ ട്രൈ ചെയ്യാം. വിൽ ട്രൈ ടു ബ്രിങ് എ ന്യൂകാസൽ ഫാൻ ടു അവർ പോഡ്കാസ്റ്റ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ വിൽ ട്രൈ ടു ബ്രിങ് ഹിം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളിയും പറയുന്നത് ഇത് ഓൾറെഡി അറിയായിരുന്നു ക്ലബിന്, ബട്ട് ദേ ഡിലേഡ് അൺടിൽ ദേ ഗോട്ട് എ റിപ്ലേസ്മെന്റ്. സോ മാത്യാസ് ജൈസൽ ആണ് റിപ്ലേസ്മെന്റ്. ഡീൽ ഇസ് വെരി ക്ലോസ് എന്നാ പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് എ ലോങ് അല്ലെ ന്യൂകാസലിന്, എസ്പെഷ്യലി ഫോർ ലിവർപൂൾ ഫാൻസ്. നമ്മുടെ ഫസ്റ്റ് ഗെയിം ന്യൂകാസൽ ആയിട്ടാണ്. നമ്മുടെ എപ്പോഴും പ്രശ്നം ഒരു ന്യൂ മാനേജർ ബൗൺസ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. ഇഷ്യൂ ബേസിക്കലി തന്നെയാണ്. അതായത് PIFന്റെ ഓണർഷിപ്പിൽ വാട്ട് ദേ വോണ്ട് എന്നൊരു ഡിറക്ഷൻ ഇതുവരെ ഇല്ല. എഡി ഹൗ ഹാസ് ടേക്കൺ ദ ക്ലബ് ആസ് ലോങ് ആസ് ഹി കുഡ്. പിന്നെയും ഈ മർഫിയും ലൂയിസ് ഹോൾ ആർ ഓൾസോ ഓൺ ദ വേർജ് ഓഫ് ലീവിംഗ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് ആർ in talks with Lewis Hall and the rumors ഉണ്ട്. So all in all, it is very, very surprising in terms of timing, and it's kind of അതായത് പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ഫസ്റ്റ് മാനേജർ സാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓർ ലെസ് എഡി ഹൗ റിസൈൻ ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഒരു ആമിക്കബിളി റിസൈൻ ചെയ്തു എന്ന് വേണം കരുതാൻ. ന്യൂസ് എല്ലാം ഒരുപാട് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വന്നേ ഉള്ളൂ. ഓവറോൾ ഹി ഹാസ് മാനേജ് ന്യൂകാസൽ വെൽ. ഐ തിങ്ക് 5 years ആയിരുന്നു ന്യൂകാസലിന്റെ മാനേജർ. യു കാൻ സേ ദാറ്റ് ഹി ഹാസ് ഡൺ എ ബാഡ് ജോബ്. ഹി റിപ്ലേസ് സ്റ്റീവ് ബ്രൂസ് ഇൻ 2021. അവിടുന്ന് പുള്ളി ആ ക്ലബിനെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് ലെവലിൽ കൊണ്ടുവന്നു. ആൻഡ് ന്യൂ ഓണർഷിപ്പ് ഓൾസോ ഹെൽപ് ദം ടു ബിൽഡ് അപ്പ് whatever they could. And then especially highlight would be Newcastle history. He'll always remembered as the guy who brought a trophy home. Adurikilum pullide kayinu povilla. So that way he has done a lot for the club. And I think even if even he is a timeline povunengilum, the fans would always be glad that he was their manager. Like it's a good story. And Eddie Howe will take a break from management. I think ഈ ഇംഗ്ലണ്ട് ടുക്കലിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് ബീൻ ദ ഇംഗ്ലണ്ട് മാനേജർ ആസ് വെൽ. പക്ഷെ ഇല്ല, ഇപ്പൊ സ്പോട്സ് അവൈലബിൾ ഇല്ല. ആൻഡ് ഹിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ന്യൂ ജോബ്. അതിൽ സംശയമൊന്നുമില്ല. ഈസ് എ ക്വാളിറ്റി മാനേജർ. ഹി ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഫ്യൂച്ചറിൽ എന്തായാലും നമുക്ക് ടോപ്പ് ക്ലബ്സിൽ പുള്ളിനെ വീണ്ടും കാണാൻ പറ്റും, അതിൽ സംശയമില്ല. എന്നാലും നമ്മൾ ഈ സീസണിലെ പുതിയ മാനേജേഴ്സ് അല്ലെ, ലിവർപൂളിലെ ഇരയോള, ചെൽസിയിൽ ജാവി അലോൺസോ, comparatively new Carrick at United, Spurs De Zerbi, and now Newcastle Matthias Jaisel. എനിക്ക് തോന്നുന്നു ആർട്ടറ്റ മാത്രമേ ഉള്ളൂ ഇനി കണ്ടിന്യൂയിങ് മാനേജർ. ക്രിസ്റ്റൽ പാലേസിലെ മാനേജർ മാറി, ബോൺമത്തിലെ മാനേജർ മാറി. സോ ഓൾ ഇൻ ഓൾ ഇറ്റ്സ് ലൈക്ക് ന്യൂ ഇറ ഫോർ പ്രീമിയർ ലീഗ് അല്ലെ, പോസ്റ്റ് വെബ് ഗോർഡിയോള ഇറ. മാൻ സിറ്റി മാനേജർ മാറി. Anyway, so that's the news, guys. Newcastle manager Eddie Howe, trophy-winning manager, has resigned or left the club amicably, and now a new manager, Matthias Jaisel, will join the club. We'll see you tonight with the podcast. Adil namukku, if possible, we'll bring a Newcastle fan and discuss more about why this happened and how this happened. Until then, bye-bye.